അങ്ങനെ നൊസ്ഫെറാറ്റു കണ്ടു. എൻ്റെ ഇവിടെ ഇത് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ടിയിരുന്ന ഒരു പടമായിരുന്നു തോന്നി. കാരണം ഒരു ഗംഭീര സാധനം, ഒറ്റ വാക്കിൽ അതേ പറയാനുള്ളൂ. ഒരു ക്ലാസ് ഐറ്റം അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഹൊറർ പടം എന്ന് പറയാം. ഹോളിവുഡിൽ കുറേ നല്ല ഹൊറർ ഡയറക്ടേഴ്സ് ഉണ്ട്. കൂറ സാധനങ്ങൾ എടുക്കുന്നവരല്ല, വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ അവരുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചറുള്ള ഒരു സിഗ്നേച്ചർ ഉള്ള സിനിമകളൊക്കെ തന്നെ. അരി അസ്റ്റർ, ജോർഡൻ പീലി, അക്കൂട്ടത്തിലുള്ള ഒരു ഡയറക്ടറാണ് റോബർട്ട് ഇഗ്ലേസ് എന്ന് പറയും. കാരണം ഇതിന് മുമ്പ് മൂപ്പരെടുത്ത പടങ്ങളൊക്കെ വിച്ച് ആയിക്കോട്ടെ, ലൈറ്റ് ഹൗസ്, പിന്നെ നോർത്ത് മാൻ ഒക്കെ തന്നെ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി പുലർത്തുന്ന സിനിമകളാണ്. അതേപോലെ തന്നെ ഇങ്ങരുടെ മറ്റൊരു ഗംഭീര വർക്ക് എന്ന് പറയാം. ഐ തിങ്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാം അടിപൊളിയാണ്. പക്ഷേ അതിൽ ഈ പടം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഗംഭീര എക്സിക്യൂഷൻ. കാരണം ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു റീമേക്കാണ്. ഒരു റീമേക്ക് പടം ഓൾറെഡി കുറേ പേര് കണ്ടിട്ടുള്ള പടം, അതും ടെംപ്ലേറ്റ് കഥ, അതായത് ടിപ്പിക്കൽ ഡ്രാക്കുളയുടെ കഥ തന്നെയാണ് ഈ നൊസ്ഫെറാറ്റു എന്ന കഥ അല്ലെങ്കിൽ സിനിമ ചർച്ച ചെയ്യുന്നത്. ഓൾറെഡി പഴയ നൊസ്ഫെറാറ്റു എന്ന സിനിമ അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ നൊസ്ഫെറാറ്റു എന്നൊരു പടത്തിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഒക്കെ കിട്ടി അങ്ങനെ സിനിമ തന്നെ ഇല്ലാതായി പോയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഇന്നൊക്കെ നമ്മൾ പല പൈറേറ്റ് സൈറ്റുകളിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ടോറൻറ്റിലൊക്കെ തന്നെ ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് ബാൻ ചെയ്തിട്ടുള്ള അതിൻ്റെ എല്ലാ കോപ്പീസും നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമാണ്. സോ ഒരു 100 വർഷത്തിന് മുകളിൽ, അറൗണ്ട് ഒരു 1922 ഇറങ്ങിയ പടം ഇപ്പോൾ 2025 എന്ന് പറയുമ്പോൾ ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു സിനിമയുടെ റീമേക്ക്, അതൊരു 10-200 വർഷം പഴക്കമുള്ളൊരു കഥയുടെ റീമേക്ക്. കാരണം ഓൾറെഡി ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള എന്നൊരു കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ളൊരു സാധനമാണ്. അതേ സാധനം തന്നെയാണ് നമ്മളോട് എടുത്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതേ സെയിം പടം തന്നെയാണ്, സെയിം പ്ലോട്ട് തന്നെയാണ്. അതിൻ്റെ പക്ഷേ വേറൊരു തരത്തിലുള്ള റീടെല്ലിംഗ് ആണ് നൊസ്ഫെറാറ്റു എന്ന സിനിമയിൽ കണ്ടത്. അതേപോലെ തന്നെ ആ ഒരു പടം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ ഡിഫിക്കൽട്ടി എന്ന് ചോദിച്ചാൽ, കാരണം ഇതിൽ ചെയ്യാനൊന്നുമില്ല, അതേ സാധനങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോലെയെന്നല്ല. റീമേക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വരും. അതിനൊക്കെ തന്നെ മറികടന്നിട്ടാണ് ഈ സിനിമ പോകുന്നത്. കാരണം ത്രൂ ഔട്ട് ദി ഫിലിം ഒരേ പേസാണ് സിനിമയ്ക്ക്. അടുത്ത് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഈ സിനിമയുടെ പ്ലോട്ട് എങ്ങനെയാണ്, ഇതിൻ്റെ പോക്ക് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യാമെന്നൊക്കെ ഓൾറെഡി നമുക്കറിയാം. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സാധനങ്ങൾ, ടെംപ്ലേറ്റ് സാധനമാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സിഗ്നേച്ചർ ഇങ്ങനെ വാരി വെതറിയിട്ടുള്ള ഒരു പടം, ഇതിൻ്റെ ആ ഒരു തീം തന്നെ, ആ ഒരു ടോൺ തന്നെ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ ഷെയ്ഡ് ഉണ്ട് ഈ ഒരു പടത്തിന്. ഒരു കൂൾ ടെമ്പറേച്ചർ വെച്ചാൽ അങ്ങനത്തെ ഒരു കളർ ഗ്രേഡിങ്ങിലാണ് ഈ സിനിമ മുഴുവനായിട്ട് പോവുക. അത് സിനിമയെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്നൊക്കെ കാണേണ്ടിയിരുന്ന, തിയേറ്ററിലൊക്കെ ഒരു പക്ഷേ നല്ല സ്ക്രീനിലൊക്കെ ഉള്ള സിനിമ തിയേറ്ററിൽ കാണായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗംഭീര എഫക്റ്റ് തന്നെയായിരിക്കും. പോരാത്തത് തന്നെ സൗണ്ട് എഫക്ട്സും സീൻ ടു സീൻ ട്രാൻസിഷൻസ് അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ഇതിൻ്റെ കാസ്റ്റ്, മോനെ കിടിലൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കാസ്റ്റുകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇതിന് നല്ല കാസ്റ്റ് വേറെ കിട്ടാനില്ല. ബിൽ സ്കാർസ്കാറൊക്കെയാണ് ഇതിൽ നൊസ്ഫെറാറ്റു അല്ലെങ്കിൽ നമ്മുടെ ഡ്രാക്കുളായിട്ട് വന്നിട്ടുള്ളത്. മേക്കപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ മൂപ്പരെ മനസ്സിലാവുകയില്ല, തീർത്തും മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ജോണി ഡെപ്പിൻ്റെ മകളാണ് ഇതിൽ പ്രധാന ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വില്യം ഡെഫോ ഉണ്ട്. അങ്ങനെ കുറേ ഒട്ടനവധി നമുക്ക് പരിചയമുള്ള കാസ്റ്റ് ഉണ്ട്. അവരൊക്കെ തന്നെ വെറുതെ കുത്തിക്കയറ്റി വയ്ക്കുകയല്ല, പ്രോപ്പറായിട്ടുള്ളൊരു റോൾ നൽകിയിട്ടുണ്ട്. സോ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഉള്ള, നല്ല ഗംഭീര മേക്കിംഗ് ഉള്ള, സൗണ്ട് ഡിസൈനും എല്ലാം കൊണ്ടും ഒരു നല്ല ഹൊറർ അനുഭവം തരുന്നൊരു പടം. ആൻഡ് ഇതൊരു ടിപ്പിക്കൽ ക്ലീഷേഡ് ജംസ്കേഴ്സ് ഒക്കെ ഉള്ള ഒരു സാധാരണ ഹൊറർ പടമല്ല. ഒരു പ്രത്യേക ഈ ജോണറിലൂടെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്ത് പോകുന്നൊരു പടമാണ്. സോ നോർമലി കാണുന്ന ഒരു ജംസ്കെയർ ഹൊറർ പടം പ്രതീക്ഷിച്ച് പോരുത്, അത് അങ്ങനത്തെ ഒരു പടമല്ല. ഇപ്പോൾ നിങ്ങൾ വിച്ചൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റേതായ ഒരു നേച്ചറുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ കൊണ്ടുപോകുന്നൊരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ ഇതൊരു മോഡേൺ റീടെല്ലിംഗ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുത്തശ്ശി കഥ, അല്ലെങ്കിൽ ആ രീതിക്കുള്ള ഒരു ഫെയറി ടെയിൽ പോലെയുള്ള സാധനത്തിൻ്റെ എക്സിക്യൂഷനാണ് ഈ ഒരു പടത്തിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഹൊറർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റേതായ ജംസ്കെയർസും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടെങ്കിലും അത് ജംസ്കെയർ വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വെക്കണ പരിപാടിയല്ല ഈ സിനിമയിൽ. ആ ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സിനിമയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു മൂഡ് അത് കംപ്ലീറ്റ്ലി എനിക്ക് ഒരു പടത്തിൽ നിന്ന് കിട്ടി. തീർച്ചയായിട്ടും കണ്ടുവെക്കുക, ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ. ഇത് ഐ തിങ്ക് ഇപ്പോഴും പല തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് തോന്നുന്നുണ്ട് കേരളത്തിൽ തന്നെ. പറ്റുകയാണെങ്കിൽ ഈ ഡിജിറ്റലി കാണാണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടുവെക്കാം. പ്രത്യേകിച്ച് ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന കാണുന്നവരാണെങ്കിൽ. കുറച്ച് സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്, പക്ഷേ സിനിമയുടെ പേസിങ് അതിന് ആവശ്യമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു തേർഡ് ആക്ടിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആക്റ്റൊക്കെ എത്തുമ്പോൾ സിനിമ കുറച്ചൊന്ന് വലിയതായിട്ട് തോന്നും. പക്ഷേ മൊത്തം കണ്ടു കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫീൽ ചെയ്യില്ല. ആ ഒരു പോർഷനിലുള്ള ഒരു ചെറിയ ഡ്രോബാക്കൊക്കെ പടം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പോയറ്റിക് നേച്ചറിലാണ് സിനിമ പോകുന്നത്. ഒരു കവിത പറഞ്ഞു പോകുന്ന പോലെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. സോ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നൊസ്ഫെറാറ്റു എന്ന സിനിമ എനിക്ക് പേഴ്സണലി കിട്ടിയത്. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരാളോട് വീണ്ടും കാണാം. നന്ദി.